ഏതായാലും വി ഡി സതീശൻ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. സതീശൻ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ വരുന്നൊരു ചോദ്യം, ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരെ പരിഗണിച്ചിരുന്നു. കെ സി വേണുഗോപാൽ എ സി ജനറൽ സെക്രട്ടറി, മുൻ പ്രതിപക്ഷ നേതാവ് മുൻ ആഭ്യന്തരമന്ത്രി എല്ലാമായ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഏതായാലും സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ തൽക്കാലം തുടരുമായിരിക്കാം. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ കാര്യങ്ങൾ, അദ്ദേഹം ഒരു വെറും MLA തുടരുമോ, അദ്ദേഹം ഈ മന്ത്രിസഭയിൽ ചേരുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് അദ്ദേഹം മന്ത്രിയാകാൻ വിസമ്മതം പ്രകടിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത് 2011 തനിയാവർത്തനമാണല്ലോ. 2011 അദ്ദേഹം ആദ്യം മന്ത്രിയാകാൻ വിസമ്മതിച്ചു. അതെ, അങ്ങനെ വിസമ്മതിച്ചപ്പോഴാണ് ഉമ്മൻചാണ്ടി ആഭ്യന്തര സഹിതം എടുത്ത് മുഖ്യമന്ത്രിയാകുന്നത്. പിന്നീടാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഉമ്മൻചാണ്ടി ആഭ്യന്തരം ഒഴിഞ്ഞ് തിരുവഞ്ചൂരിനെ ഏൽപ്പിക്കുന്നത്. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ ആഭ്യന്തരവും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇപ്പോഴും വന്നത്. കാരണം അന്ന് മുഖ്യമന്ത്രിയാകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. അത് നടന്നില്ല. അപ്പം 2016 ഭരണം കിട്ടും, തുടർ ഭരണം കിട്ടും, ആ സമയത്ത് മുഖ്യമന്ത്രിയാകാമെന്ന് കരുതി വന്ന അദ്ദേഹം 2016 പ്രതിപക്ഷ നേതാവ്. അപ്പോൾ പിന്നെ പുള്ളി ഉറപ്പിച്ചു 2021 ഉറപ്പായും ഭരണം കിട്ടും, ഞാൻ മുഖ്യമന്ത്രിയാകും. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഭരണം കിട്ടിയില്ല, തുടർ ഭരണത്തിലേക്ക് പോയി. ആ പോയ സമയത്ത് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായി തുടരാൻ താല്പര്യമുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാടൻ ഭാഷയിൽ ദൃഷ്ടിദോഷം വന്നു എന്ന് പറയില്ല. അതാണ് സത്യത്തിൽ ചെന്നിത്തലയ്ക്ക് സംഭവിച്ചത്. അതാണെന്നെങ്കിലും സമയം. കാരണം അദ്ദേഹം 25-26 വയസ്സിൽ MLA ആവുന്നത് 82-ൽ. കെ കരുണാകരൻ അദ്ദേഹത്തെ 86-ൽ അന്ന് ഒരു വർഷത്തേക്ക് അങ്ങനെ ആയിരുന്നുള്ള പോലും മന്ത്രിയാക്കി, ഗ്രാമവികസന മന്ത്രി. അന്ന് തെന്നല ബാലകൃഷ്ണ പിള്ളയെ പോലെയുള്ള വളരെ സീനിയറായ ഒരാളിനെ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടാണ് രമേശ് ചെന്നിത്തല മന്ത്രിയാക്കുന്നത്. പിന്നീട് അദ്ദേഹം MP ആവുന്നു. NSUവിൻ്റെ KSU സംസ്ഥാന പ്രസിഡന്റ്, NSU ദേശീയ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ്, AICC സെക്രട്ടറി, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, നോർത്ത് ഈസ്റ്റിൻ്റെ മുഴുവൻ ചുമതലയുള്ള AICC ഭാരവാഹി, ആഭ്യന്തരമന്ത്രി, KPC പ്രസിഡന്റ്. KPC പ്രസിഡന്റ് ഏറ്റവും ദീർഘകാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. ഇത്രയെല്ലാം ആയ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചുള്ള ഏത് കോൺഗ്രസ്സുകാരൻ്റെയും ആ ഒരു മോഹം തുടർന്ന് കേരളത്തിന് മുഖ്യമന്ത്രി ആവുക എന്നുള്ളത്. അല്ല, അതിനകത്തൊരു ഗുരുത്വദോഷം കിടപ്പുണ്ട്, അറിയാമല്ലോ. അത് കഴിഞ്ഞ ദിവസം അതെ അതിനകത്ത് വേറൊന്നുമല്ല, ദൃഷ്ടിദോഷമല്ല, ഒരു ഗുരുത്വദോഷമുണ്ട്. കെ കരുണാകരന് എക്കാലത്തെയും ഒരു വേദനയായിരുന്നു ഈ രമേശിന്റെ ഒരു കൈപിടിച്ചു കൊണ്ടുവന്ന തിരുത്തൽവാദി പ്രസ്ഥാനം ഗ്രൂപ്പ് ഇവരല്ലേ അത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ രമേശ് കരുണാകരന്റെ വിശ്വസ്തനായി വളർന്നു വന്ന അതിവിശ്വസ്തരായിട്ട് വളർന്നു വന്നതാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെയാണ് അദ്ദേഹം പിന്നിൽ നിന്ന് കുത്തി എന്ന് ഉദ്ദേശിച്ചത്, ഇവരെയാണ്. അപ്പോൾ അതുപോലെ ഈ ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിലും അന്നത്തെ കാലത്ത് ഒരു ആരോപണം രമേശിനെതിരെ ഉണ്ടായിരുന്നു. സോളാർ കേസ് രമേശിന്റെ സൃഷ്ടിയാണെന്നും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേര കയറാൻ വേണ്ടിയുള്ളതാണെന്നുള്ള ഒരു ആരോപണം അന്നത്തെ കാലത്ത് ഉയർന്നു വന്നു. മാത്രമല്ല ആഭ്യന്തരം അദ്ദേഹത്തിന്റെ കയ്യിൽ. ആ സമയത്താണ് ഈ സോളാർ കേസ് നടക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരും മൊത്തം ഡയറക്റ്റ് ആഭ്യന്തരമന്ത്രിയുമായിട്ടാണ് ഡീൽ ചെയ്തത്. ഈ കേസ് ഇത്രയും വഷളായതിൻ്റെ പിന്നിലും KM മാണിക്കെതിരായ കോഴ ആരോപണത്തിന് പിന്നിലും രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കുണ്ടെന്നുള്ളൊരു ആരോപണം വന്നിരുന്നതാണ്. സത്യമാണോ എന്നില്ലാണ് നമുക്കറിയില്ല. എങ്കിൽ പോലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ദൗർഭാഗ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതാണ്. അത് കരുണാകരൻ എപ്പോഴും പറയുമായിരുന്നാ പറയുന്നത്, അദ്ദേഹന്മാർക്ക് ഗുരുത്വദോഷികളാണ്. അതായത് ശരിക്കും വന്നാൽ അദ്ദേഹത്തിന്റെ വന്ന വളർച്ച അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം എന്ന കാലത്തിന്റെ മുഖ്യമന്ത്രി ആവേണ്ട ആളായിരുന്നു. അതാണ് എൻ്റെ വാസ്തവം. മാത്രമല്ല രമേശ് ചെന്നിത്തലയുടെ ജൂനിയർ ആയിരുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ ആളൊക്കെ തന്നെ, ഇപ്പോൾ മമതാ ബാനർജി, രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റായിരുന്നു, സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നതാണ് ബംഗാളിൽ. അവർ 3 തവണ മുഖ്യമന്ത്രിയായി, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി, റെയിൽവേ പോലുള്ള വലിയ വകുപ്പിൻ്റെയൊക്കെ മന്ത്രിയായി. അതുപോലെ ഒരുപാട് പേര് ഇഷ്ടം പോലെ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ നിന്നുള്ള ഈ കോൺഗ്രസ് വിട്ട് BJP മുഖ്യമന്ത്രിയൊക്കെ പല ആളുണ്ടല്ലോ. അവരൊക്കെ രമേശ് ചെന്നിത്തല കൈപിടിച്ച് കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ രമേശ് ചെന്നിത്തല സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് ഇത്. ചിലപ്പോൾ അനുനയിപ്പിക്കുമായിരിക്കും. കാരണം ഈ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം കിട്ടാൻ സാധ്യതയില്ല കോൺഗ്രസ് ആയതുകൊണ്ട്. കോൺഗ്രസിലെ എല്ലാ തവണയും മുഖ്യമന്ത്രി ആഭ്യന്തരം കൈകാര്യം ചെയ്തിട്ടില്ല. ഇപ്പോൾ 82-ൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ വയലാർ രവിയായിരുന്നു ആഭ്യന്തരമന്ത്രിയായത്. 82 പിന്നീട് മന്ത്രിസഭ പിന്നീട് വിഷയമായി. കരുണാകരൻ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനെന്ന് പറഞ്ഞാൽ വകുപ്പ് മാറ്റി വയലാർ കൃഷിമന്ത്രി വയലാർ രാജിവെച്ചു. അത് ശരിക്കും നിക്കറിനെ പാൻ്റാക്കിയതെന്നാ പോലീസ്. അത് അദ്ദേഹം എടുത്ത ഒരു വലിയ വിപ്ലവകരമായൊരു തീരുമാനം. VS മുഖ്യമന്ത്രിയായപ്പോൾ ആഭ്യന്തര വകുപ്പ് കൊടിയേരിക്ക് കൊടുത്തു. അത് പാർട്ടിക്കകത്ത വിഷയങ്ങളാണ്. മാത്രമല്ല വിജിലൻസും മുഖ്യമന്ത്രി കൈവശം വെച്ച വിജിലൻസും കൂടെ
കോടിയേരിക്ക് അത് VS ഏൽപ്പിക്കായിരുന്നാണ്. പക്ഷേ നേരത്തെ പിണറായി പറഞ്ഞത് വിജയൻ വന്നപ്പോൾ നടന്നില്ല. അതിന് പോലീസ് വേണം, പോലീസ് ഇല്ലാതെ. പിണറായി വിജയൻ വന്നപ്പോൾ പോലീസിനെ കയ്യിലെടുത്തുകൊണ്ട് വളരെയധികം അത് ദുർവിനിയോഗം ചെയ്തു. 91 കർണാടക മുഖ്യമന്ത്രി ആഭ്യന്തരം അത് തന്നെ കൈകാര്യം ചെയ്തു. അല്ലെ കോടിയേരിയുടെ കാലത്ത് ആഭ്യന്തരം വിവാദങ്ങളിൽ ഒരുപാടുണ്ട്, ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ട ഒരു. അപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സത്യത്തിൽ മന്ത്രിസഭയിൽ ചേർന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ രീതി അദ്ദേഹം അപ്രസക്തനായി പോകാനാണ് സാധ്യത. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സീനിയോറിറ്റിയാണ് അദ്ദേഹം ഒരു ഘടകമായിട്ട്. അത് പ്രധാനപ്പെട്ട ഘടകം. സീനിയോറിറ്റി ഒരു ഘടകമാണ്. നമുക്ക് മുഖ്യമന്ത്രി അല്ലെങ്കിൽ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ DK ശിവകുമാറിന്റെ അവസ്ഥ എങ്ങനെ? DK ശിവകുമാറാണ് ശരിക്കും ഇലക്ഷൻ നടത്തിച്ചതാണ്. അതെ, ഈ സതീശന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ DK ശിവകുമാർ കർണാടകയിലെ ഇലക്ഷൻ നയിച്ചതും വിജയം നേടിക്കൊടുത്തു അദ്ദേഹം. ഈ അദ്ദേഹത്തെ BJP കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ജയിലിൽ കൊണ്ടിട്ട ആളാണ്. അപ്പൊ ഈ പറയുന്ന സതീശൻ കയറി വന്നു. സതീശൻ തെരഞ്ഞെടുപ്പ് നയിച്ചു. സതീശനൊപ്പം ശരിക്കും ഒരു നിശബ്ദ സാക്ഷി പോലെയാണ് KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നത്, അല്ലേ? പക്ഷെ ശരിക്കും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നയിച്ചത് VD സതീശനായിരുന്നു. അപ്പം സീനിയോറിറ്റി ഒരു ഘടകം തന്നെയാണ്, പക്ഷേ ജനഹിതം സതീശനൊപ്പമായിരുന്നു. അതാണ് ഈ 102 സീറ്റിനും പിന്നീട് നടന്നിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രകടനങ്ങൾ. നമ്മുടെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, ഒരാൾക്ക് അധികാരവും പദവിയും ഇല്ലെങ്കിൽ ആരും കൂടെ കാണില്ല. ഇല്ല, സത്യമാണ്. ഇന്നലെ വരെ ഒരുപക്ഷെ VD സതീശനെതിരെ നിരന്തരം കേസിൽ വേണ്ടി മുദ്രാവാക്യം വിളിച്ചു വരാൻ ഇന്ന് കൂട്ടത്തോട് ഇന്ന് നാളെയായിട്ട് മാറില്ല, പാർട്ടിയിൽ ഇത് മാറും. പിന്നെ രമേശ് ചെന്നിത്തല മന്ത്രിസഭ ചേരാൻ അദ്ദേഹം മാറി എന്ന് അദ്ദേഹം ഒരു MLA മാത്രമേ തുടർന്നാൽ പിന്നെ അദ്ദേഹത്തെ ആരും മൈൻഡ് ചെയ്യാത്ത അവസ്ഥ വരികയും കേന്ദ്രത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അതിന് അവിടെ വയ്ക്കാൻ മന്ത്രി ഗവർണറാക്കാം. അതിനിപ്പോൾ എനിക്ക് തന്നെ 70 വയസ്സ് അടുപ്പിച്ചായെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഒരു അവസരമില്ലാന്നുള്ള സത്യമാണ്. ഒരു വശത്തോടെ നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ അവസരം കിട്ടാതെ പോയത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയം എപ്പോഴും അങ്ങനെയാണല്ലോ, രാഷ്ട്രീയത്തിൽ ഈ സീനിയോറിറ്റി. രമേശ് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇനി ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് മാറുമോ മുഖ്യമന്ത്രി? കോൺഗ്രസ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ കേന്ദ്രത്തിൽ ഭരണമില്ല, അതാണ് കോൺഗ്രസ്. എനിക്ക് തോന്നുന്നു ഈ അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഒരു പതിവുണ്ടല്ലോ. ഈ കരുണാകരനും ഈ ഉമ്മൻചാണ്ടി എല്ലാം, ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ ടേം തികച്ച ആള്. കരുണാകരനും ആന്റണി എല്ലാം ഇടയ്ക്ക് വെച്ച് രാജിവെച്ച് പോയ ആൾ. അല്ല, കരുണാകരൻ 82 ടൈം തികച്ച് 87 വരെ പോയി. അന്ന് അടിയും കലശലും ഗുസ്തിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും അത് കൊട്ടാൻ കൊണ്ട് തികച്ചു. പക്ഷേ 91 അത് നടന്നില്ല. അപ്പോൾ ഇത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അതിന് രാഷ്ട്രീയപരമായി ഒക്കെ തന്നെ അതിന് വലിയൊരു തിരിച്ചടി. പിന്നെ മാത്രമല്ല അതേ ഇപ്പോൾ ഈ ചെയ്യുന്നതുകൊണ്ട് ഇനിയിപ്പോൾ മന്ത്രിസ്ഥാനം കിട്ടാത്ത കുറേ പേര് ഇതുപോലെ അലമ്പിക്കൊണ്ടുവരും. അപ്പോൾ ഇപ്പം രമേശ് ചെന്നിത്തല ആ ഒരു കടുംപിടുത്തം മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നീട് വരുന്നവരെ കൂടി ആ ഒരു പാതയിൽ ആശ്വസിപ്പിച്ച് നിർത്താൻ. മാത്രമല്ല ഇന്നിപ്പം ഈ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്രിമാർക്കും ഒന്നും വകുപ്പൊന്നും പ്രഖ്യാപിക്കില്ല. അതിന് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കും, ഘടകകക്ഷിയായിട്ട് ആലോചിക്കണം, അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആക്കാം എന്നൊരു വാഗ്ദാനം കൊടുത്താൽ അദ്ദേഹം സ്വീകരിക്കുന്നതാണ് രാഷ്ട്രീയപരം അദ്ദേഹത്തിന് നല്ലത്. കാരണം ജൂനിയർ സീനിയർ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ അങ്ങനെ സംഭവിക്കാറില്ല. അപ്പോൾ നമ്മുടെ ജൂനിയർ ആയിരുന്ന നാളെ നമ്മുടെ തലപ്പത്ത് വരില്ല. നമ്മുടെ മാധ്യമരംഗത്തിന് നമ്മളെ പണ്ട് നമ്മുടെ ജൂനിയർ ജോലി നടത്തുമ്പോൾ നാളെ നമ്മുടെ സീനിയറായിട്ട് വരുമായിരിക്കാം. അതെ, ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ ചാനലുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ എത്രയോ പേര്. അല്ല, ഞാൻ ഇപ്പോഴും പറയുമായിരുന്നു, ഞാൻ പലരും ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തതെന്ന് പറയുമായിരുന്നു. ഇപ്പോൾ സഹദേവേട്ടൻ മാതൃഭൂമിയിലുണ്ട്, നീ സഹദേവൻ. അദ്ദേഹം നികേഷിനേക്കാൾ എത്രയോ സീനിയറായിട്ടുള്ള ആളാണ് നമ്മളെ എല്ലാവരെക്കാളും. പക്ഷേ അദ്ദേഹം ഇന്ത്യ വിഷൻ വരുമ്പോൾ നികേഷ് തന്നെയാണ് അവിടുത്തെ ചീഫ് എഡിറ്റർ. അദ്ദേഹത്തെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ രാഷ്ട്രീയക്കാരുടെയും വെറുതെ അല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്, എന്തെങ്കിലും അവർക്ക് ആഗ്രഹങ്ങൾ കാണും. നമ്മൾ വേറൊരാളിനെ മറന്നുപോയിട്ടുണ്ട്, വയലാർ രവി. അതെ, ആ കാര്യം നമ്മൾ ഇപ്പോഴും ഓർക്കണം. മുഖ്യമന്ത്രി ആവേണ്ട ആളാണ്. അദ്ദേഹം മുഖ്യമന്ത്രി വഴിയല്ല, അതിന് ആഗ്രഹമായിരുന്നു. അദ്ദേഹം പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്? അദ്ദേഹം ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത് AK ആന്റണി, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നവരെല്ലാവരും ഇവിടുത്തെ മുഖ്യമന്ത്രിയായി. അത് പുള്ളിയുടെ നിയോഗം. അത്രേ ഉള്ളൂ. ഇന്ന് അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമല്ല എങ്കിൽ പോലും നമ്മളത് ചിന്തിക്കണം. രമേശ് ചെന്നിത്തല അത് ചിന്തിക്കുന്നത് നല്ലതാണ്. അവർക്കാൾ എത്ര സീനിയറായ വളരെ മിടുക്കനായ പ്രഗത്ഭനായിരുന്ന ഒരാളിനെ അതിന് യാത്ര മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ എത്രയോ പേര് അതുപോലെ ഉണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല എനിക്ക് തോന്നുന്നു അവസാനം ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ഇടപെട്ട് ചർച്ച നടത്തി ഒന്ന് ശരിയാക്കുമ്പോൾ അദ്ദേഹം കാര്യം രമേശ് ചെന്നിത്തല ഒരിക്കലും പാർട്ടി വെല്ലുവിളിക്കുന്ന ഒരാളല്ല, അച്ചടക്കം പാലിച്ചിട്ടാണ്. അതുകൊണ്ട് അദ്ദേഹം അതിന് കീഴടങ്ങും, അദ്ദേഹം വഴങ്ങും, അദ്ദേഹം മന്ത്രിസഭയിൽ ചേരും. കാരണം സതീശന് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ പോലും അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മന്ത്രിമാർ ആവശ്യമുണ്ട്. ഒരുപാട് പൊതുവങ്ങൾ ജയിച്ചെന്ന പലരും മന്ത്രിമാരാക്കേണ്ടി വരും പല ഘടകങ്ങളുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല പോലുള്ള സീനിയേഴ്സ് മന്ത്രിസഭയിൽ ഉണ്ടാകുന്നത് അത് പിന്നെ VD സതീശന് നല്ലതായിരിക്കും.